السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وعد بالجنة عباده المؤمنين وفتح أبوابها للطائعين. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله. اللهم صل وسلم وبارك على سيدنا ونبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 30/6/2017 യുഎഇ ഖുതുബ മുഅ്മിനീങ്ങളുടെ സ്വഭാവ ഗുണങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിധേയപ്പെട്ടും അവനെ വഴിപ്പെട്ടും ജീവിക്കുവാൻ ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഇഹപര വിജയങ്ങളുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിദാനമാണ്. അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയുക, സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൂക്ഷ്മാലുക്കളായി ജീവിതം നയിക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ മിത്രങ്ങളുണ്ടല്ലോ, അവർക്ക് യാതൊരു ഭയവും ദുഃഖവും ഭവിക്കുന്നതേയല്ല. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഭൗതിക ജീവിതത്തിലും പരലോകത്തും അവർക്ക് ശുഭവാർത്ത മാത്രമാണ് ഉണ്ടാവുക. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. 90ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അൽ മുഅ്മിനൂൻ എന്ന പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. മുഅ്മിനീങ്ങളുടെ ഔന്നത്യവും അവരുടെ ശ്രേഷ്ഠതയുമാണ് അതിനു കാരണം. സൂറ അൽ മുഅ്മിനൂൻ അല്ലാഹു ആരംഭിക്കുന്നത് തന്നെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത നൽകിക്കൊണ്ടാണ്. അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികൾ വിജയം വരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ വിജയികളാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് തുടർച്ചയായ സൂക്തങ്ങളിൽ അല്ലാഹു കർമ്മമണ്ഡലത്തിലെയും സാമൂഹിക പരിസരങ്ങളിലെയും അവരുടെ പ്രവർത്തന രീതികളും പെരുമാറ്റ ചിട്ടകളും വിശദീകരിക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ ആദ്യ വിശേഷണം അല്ലാഹു പറയുന്നത് ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയപ്പാടുള്ളവരാണ് മുഅ്മിനീങ്ങൾ എന്നാണ്. കാരണം അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനോട് ബന്ധിതമാണ്. അവരുടെ അവയവങ്ങൾ അല്ലാഹുവിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ അല്ലാഹുവിലേക്ക് മുന്നിടുകയാണ്. അല്ലാഹു അല്ലാത്തത് മുഴുവൻ അവർ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ സ്വർഗം അവരുടെ കേന്ദ്രമായി മാറുകയാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യതവദ്ദഉ ഫയുഹ്സിനു വുളൂഅഹു ثم يقوم فيصلي ركعتين مقبل عليهما بقلبه ووجهه إلا وجبت له الجنة. ഏതൊരു വിശ്വാസി പൂർണ്ണമായി അംഗസ്നാനം ചെയ്ത് വുളൂ ചെയ്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നുവോ, ആ നിസ്കാരത്തിൽ തന്റെ ഹൃദയവും മനസ്സും ശരീരവും മുഖവും അല്ലാഹുവിലേക്ക് തിരിക്കുകയും ചെയ്യുന്നുവോ, ഇല്ലാ വജബത് ലഹുൽ ജന്ന. ആ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് അവന് സ്വർഗം നിർബന്ധമാകും എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ ഔന്നത്യം അവൻ ഹൃദയത്തിൽ ആവാഹിക്കുകയാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾ, ഖുർആനിന്റെ സൂക്തങ്ങൾ അവൻ അർത്ഥമറിഞ്ഞ് ആലോചിക്കുകയാണ്. മുഅ്മിനീങ്ങളുടെ ധാരാളം വിശേഷണങ്ങൾ പറഞ്ഞ ശേഷം
ഖുർആൻ ആ വിശേഷണങ്ങളെ അവസാനിപ്പിക്കുന്നിടത്ത് വീണ്ടും പറയുന്നത് വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ, നമസ്കാരത്തിൽ നിഷ്ഠ പുലർത്തുന്നവരാണ് അവർ, നിസ്കാരം കൃത്യമായി പാലിക്കുന്നവനാണ് അവർ എന്നാണ്. അഥവാ ഏതൊരാൾ നിസ്കാരം പൂർണ്ണമായി പരിഗണിക്കുകയും നിസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളും റുകൂഉം സുജൂദും എല്ലാം പൂർണ്ണമായി പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിജയിയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖംസു സ്വലവാത്തിൻ ഇഫ്തറദഹുന്ന അല്ലാഹു തആല അലാ ഇബാദി, 5 നേരത്തെ നിസ്കാരം അല്ലാഹു അടിമകൾക്ക് നിർബന്ധമാക്കിയതാണ്. മൻ അഹ്സന വുദൂഅഹുന്ന വസല്ലാഹുന്ന ലിവഖ്തിഹിൻ, ഏതൊരാൾ പൂർണ്ണമായി വുദൂ ചെയ്ത് 5 നേരവും അത് കൃത്യമായി നിർവഹിക്കുന്നുവോ, ഫഅതമ്മ റുകൂഅഹുന്ന വസുജൂദഹുന്ന വഖുശൂഅഹുന്ന, അവയിലെ ഭയഭക്തിയും സുജൂദും റുകൂഉമെല്ലാം പൂർണ്ണമായി ചെയ്യുകയും ചെയ്താൽ കാന ലഹു ഇൻദല്ലാഹി അഹ്ദുൻ അൻ യഗ്ഫിറ ലഹു, അവന് മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കാൻ അല്ലാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നത് ഒരാളുടെ ഹൃദയത്തിൽ ഈമാൻ സജീവമാണ് എന്നതിന്റെ സൂചനയാണ്. അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ട് എന്നതിന്റെ സൂചനയാണ്. ഇത്തരം ചുറ്റുപാടുകൾ നമ്മുടെ നയനിലപാടുകളെ ശുദ്ധീകരിക്കും, നമ്മെ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും വിജയികൾക്ക് അത്യാവശ്യമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ സ്വഭാവ ഗുണങ്ങൾ നേടിയെടുക്കാൻ മുഅ്മിനിനെ സഹായിക്കുകയുമാണ്. മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളിൽ തുടർച്ചയായി പറയുന്നു, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ വിഷയങ്ങളിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവരാണ് മുഅ്മിനീങ്ങൾ. ചേരാത്ത സംസാരങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കലും വ്യർത്ഥവും ഫലശൂന്യവുമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലും മുഅ്മിനിന്റെ സ്വഭാവമാണ്. കാരണം മുഅ്മിൻ ഏറ്റവും തെളിമയാർന്ന വാക്കുകളെ സംസാരിക്കൂ, ഏറ്റവും സംസ്കൃതമായ വാചകമേ അവൻ ഉരിയാടൂ. കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈസൽ മുഅ്മിനു ബിത്തആൻ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നവനല്ല മുഅ്മിൻ, വലൽ ലആൻ, ശാപവാക്കുകൾ പറയുന്നവനുമല്ല മുഅ്മിൻ, വലൽ ഫാഹിഷ്, തെറിയഭിഷേകം നടത്തുന്നവനുമല്ല മുഅ്മിൻ, വലൽ ബദി, ലജ്ജയില്ലാത്തവനുമല്ല മുഅ്മിൻ. അൽ മുഅ്മിനൂൻ സൂറയിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശുദ്ധിയും ചാരിത്ര്യവും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും, തങ്ങൾക്ക് അനുവദനീയമായ വഴികളിലൊഴികെ തങ്ങളുടെ ജനനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുന്നവരാണവർ. ഫഇന്നഹും ഗൈറു മലൂമീൻ, അതിൽ അവർ അധിക്ഷേപിക്കപ്പെടുകയുമില്ല. ഫമനിബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ, എന്നാൽ ലൈംഗിക കാര്യങ്ങളിൽ ഇതിലപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അതിക്രമകാരികൾ തന്നെയാണ് എന്നും വിശുദ്ധ ഖുർആൻ അടിവരയിടുകയാണ്. ഈ സൂക്തം സമൂഹത്തിന്റെ വിശുദ്ധി നിലനിർത്തുകയാണ്. സമൂഹത്തിന്റെ വിശുദ്ധി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം അവയവങ്ങളുടെ വിശുദ്ധി നിലനിർത്തുന്നവന് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അന്ത്യനാളിൽ തണലേതുമില്ലാത്ത സമയത്ത് അല്ലാഹു സവിശേഷമായ നിഴൽ അവന് നൽകുമെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണലേകും. വമിൻഹും, അവരിൽ ഒരാൾ, റജുലുൻ ളബത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ,
സൗന്ദര്യവും തറവാടിത്തവുമുള്ള ഒരു പെണ്ണ് അവനെ ക്ഷണിക്കുകയുണ്ടായി. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ആ നേരം ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ കഴിയുന്നവനാണ് അവൻ എന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ തുടർന്ന് ചെന്നുചേരുന്നത് ഉന്നതമായ മറ്റൊരു സ്വഭാവ ഗുണത്തിലേക്കാണ്. അത് വിശ്വാസ്യതയാണ്, ഉത്തരവാദിത്വ നിർവഹണമാണ്, അത് മുഅ്മിനീങ്ങളുടെ വിശേഷണമാണ്. അല്ലാഹു പറയുന്നു വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ, തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കരാറുകളും പാലിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഈ വിശേഷണത്തിന് സാമൂഹിക ജീവിതത്തിലും വ്യക്തികൾക്കിടയിലെ ഇടപാടുകൾ പാലിക്കുന്നതിലും ഉടമ്പടികൾ പൂർത്തീകരിക്കുന്നതിലും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് നമ്മോട് ഇങ്ങനെ പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അവയുടെ ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസ്യതയില്ലാത്തവന്, കരാറുകൾ സൂക്ഷിക്കാത്തവന്, അമാനത്തുകൾ തിരിച്ചു നൽകാത്തവന് ഈമാനിന്റെ പൂർണ്ണത കൈവരിക്കാനായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ്, വിശ്വാസ്യതയില്ലാത്തവന്, ഇടപാടുകളിൽ സത്യസന്ധതയില്ലാത്തവന് ഈമാനില്ല. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹ്, ഉത്തരവാദിത്വ ബോധമില്ലാത്തവന് മതവുമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശേഷണങ്ങൾ സ്വായത്തമാക്കാൻ ആര് പരിശ്രമിക്കുന്നുവോ അവൻ സ്വർഗാവകാശിയായി തീരും. അല്ലാഹു പറയുന്നു സൂറ അൽ മുഅ്മിനൂൻ തുടർച്ചയിൽ തന്നെ അല്ലാഹു പറയുന്നു ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, ഇവർ തന്നെയാണ് സമുന്നത സ്വർഗമായ ഫിർദൗസ് സ്വായത്തമാക്കുന്നവർ, അതിലവർ ശാശ്വതരുമായിരിക്കും എന്ന് ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സ്വർഗാവകാശികളുടെ, സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പറയുന്നതെല്ലാം നല്ല വാക്യവും നല്ല പ്രവർത്തിക്കും ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്കുമിടയിൽ ഒത്തുചേരുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, ഈമാൻ 70 തരം ശാഖകളാണ്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. വഅദ്നാഹാ, അവയിൽ ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അസാ അനി ത്വരീഖ്, വഴിയിലെ പ്രതിബന്ധങ്ങൾ നീക്കലാണ്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജയും ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ് എന്നും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഖുർആൻ തന്നെ പറയട്ടെ വസൗഫ യുക്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമാ, സത്യവിശ്വാസം പുൽകുന്നവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു നൽകുക തന്നെ ചെയ്യും. അല്ലാഹു അതിമഹത്തരമായ ശ്രേഷ്ഠതയും സ്ഥാനവും മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വബശ്ശിരിൽ മുഅ്മിനീൻ ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ, അല്ലാഹുവിൽ നിന്ന് അതിമഹത്തരമായ ശ്രേഷ്ഠത മുഅ്മിനീങ്ങൾക്കുണ്ടാകുമെന്ന് നീ അവർക്ക് സന്തോഷ വാർത്ത നൽകണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ ആജ്ഞാപിക്കുകയാണ്. മുഅ്മിനീങ്ങളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് സന്മാർഗം നൽകുമെന്നും സംരക്ഷണം നൽകുമെന്നും അല്ലാഹു അർത്ഥശങ്കക്കിടയില്ലാതെ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് അല്ലാഹു അവരെ വഴി നടത്തുകയും ചെയ്യും. അഥവാ വിശ്വാസം വിജയത്തിന്റെ നിദാനമാണ്. വിശ്വാസം അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്.
വനജ്ജൈന അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വാസമുണ്ടാവുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ നാം രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും എന്നും ഖുർആൻ പറയുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തേണമേ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തേണമേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.